ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഗോവ ഓൺ വീൽസ്. അപ്പോൾ ദേ ഇന്ന് 14-ാം തീയതി ഞായറാഴ്ചയാണ് ട്ടോ നമ്മളുടെ വിഷുവിന്റെ തലേ അതന്നെ ദിവസം. ആ ഫുള്ളല്ല കീറല്ലേ ആ അപ്പോൾ ഞങ്ങളിത് വിഷുവിന് കണിയൊരുക്കാനൊക്കെ ആയിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനും പറിക്കാനൊക്കെ ആയിട്ട് ഇതേ ഇറങ്ങിയൊക്കെയാണ് കേട്ടോ. വിഷുവിന്റെ തലേന്ന് ഒരു വൈകുന്നേരം ഒരു 4 മണിക്ക് ഇറങ്ങിയതാണ്. അപ്പൊ ആദ്യം തന്നെ ഞങ്ങൾ വാഴയിൽ അന്വേഷിച്ചാണ് നടന്നത്. സദ്യ കഴിക്കണ്ടേ. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ വാഴ ഇല്ലാത്തതുകൊണ്ട്, പക്ഷെ ഗോവയിൽ കുറേ വാഴയുണ്ട് കേട്ടോ. നമുക്ക് ഈ പറമ്പിൽ നിന്നൊക്കെ കിട്ടും. പിന്നെ വീടുകളിലൊക്കെ കുറേ ഉണ്ടാവാറുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ എന്തോ ഇല്ല. അപ്പൊ ഞങ്ങളിതേ പോകുന്ന വഴിക്ക് ഒരു പറമ്പിൽ കണ്ടു. അപ്പൊ പിന്നെ വേറെ വീട്ടിലൊക്കെ കയറി ചോദിക്കുന്നതിന് ഭേദം പറമ്പിൽ ഉണ്ടെങ്കിൽ അതല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്നാണ്ടോ പറിക്കുന്നത്. അപ്പൊ അവിടുത്തെ വാഴയിലൊക്കെ കുറച്ച് കീറി മോശമായതായിരുന്നു. അതിൽ നിന്ന് ഞങ്ങൾ നല്ലത് കണ്ടുപിടിച്ചെടുത്തതാണ്. പിന്നെ ഞങ്ങളിത് അവിടെ നിന്ന് പൂവൊക്കെ വാങ്ങാനായിട്ട് ഇവിടുത്തെ മെയിൻ മാർക്കറ്റിൽ വന്നു. അപ്പോൾ ഞങ്ങൾ മാലയൊക്കെ കണി വെക്കാനായിട്ട്, കൃഷ്ണനൊക്കെ ഇടാനായിട്ട് മാലയും കുറച്ചല്ലാണ്ട് ഒരുക്കാനൊക്കെ ആയിട്ട് ഫ്ലവേഴ്സൊക്കെ വാങ്ങി. ഇവിടെ കേരളത്തിനേക്കാളൊക്കെ റേറ്റ് ഫ്ലവേഴ്സിന് ഭയങ്കര കുറവാണ് കേട്ടോ. ഗോവയിൽ എനിക്ക് ഒരു കാര്യം റേറ്റ് കുറവായിട്ട് തോന്നിയേക്കണത്, ഒന്ന് ഈ ഫ്ലവേഴ്സിനും, പിന്നെ ഒന്ന് ലിക്കറിനുമാണ്, പിന്നെ ഒന്ന് കാഷ്നട്ട്സിനും. അപ്പൊ ഇതാണ് ഇവിടുത്തെ മെയിൻ മാർക്കറ്റ്, ഗാന്ധി മാർക്കറ്റ്. ഇതിന്റെ ഒരു മെയിൻ വീഡിയോ ഞാൻ ഇടുന്നുണ്ട്. ഇപ്പൊ ഞങ്ങൾക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ ഒന്നും എടുത്തിട്ടില്ല. അതിന്റെ ഉള്ളിലോട്ടൊക്കെ കുറേ സംഭവങ്ങൾ, കുറേ കടകളൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങളിപ്പോൾ ഇതേ ഫ്രൂട്ട്സ് കടയിലും പിന്നെ വെജിറ്റബിൾ കടയിലൊക്കെ മാത്രം കയറുന്നുള്ളൂ. അത് കണി വെക്കാനൊക്കെ ആയിട്ടുള്ള സാധനങ്ങൾ, സദ്യ ഒരുക്കാനൊക്കെ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ മാത്രം വാങ്ങാനായിട്ട്. അപ്പോൾ ദേ ഇവിടെ നിന്നാണ് ഞങ്ങൾ ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിയത്. എല്ലാത്തരം ഫ്രൂട്ട്സ് ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ കണി വെക്കാനായിട്ടുള്ള മെയിൻ ഐറ്റംസ് ഒക്കെ വാങ്ങി. അതായത് നമ്മളുടെ ഒരു ഡ്രാഗൺ ഫ്രൂട്ട് എടുത്തിട്ടുണ്ടായിരുന്നു, പിന്നെ ഓറഞ്ച്, ആപ്പിള്, മാങ്ങ, പപ്പായ, പൈനാപ്പിള്, പഴം, അങ്ങനെ മുന്തിരി, 2 തരത്തിലുള്ള കളറിലുള്ള മുന്തിരി, അവരുടെ സാധനങ്ങളൊക്കെയാണ് എടുത്തത്. അപ്പൊ ഞങ്ങക്ക് കണിയിൽ വെക്കാനായിട്ട് ചേഞ്ചും കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വെജിറ്റബിൾസ് വാങ്ങിക്കണം. ഈ ഗാന്ധി മാർക്കറ്റിൽ വന്നിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്ന് പറയില്ല, അതേപോലെ എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും കേട്ടോ. അതായത് പച്ചക്കറികളും പഴങ്ങളും അല്ലാണ്ടുള്ള സാധനങ്ങളും, ഈ നമ്മളുടെ വള, മാല, അങ്ങനെയുള്ള സാധനങ്ങളും, എല്ലാ സാധനങ്ങളും, ഡ്രസ്സുകളൊക്കെ ഈ മാർക്കറ്റിൽ കിട്ടും. അപ്പോൾ പിന്നെ ഭയങ്കര ഒരു ഇതായിരിക്കും, കാരണം ഭയങ്കര തിരക്കൊക്കെ ആയിരിക്കും അതിൻ്റെ ഉള്ളിലോട്ട്. ഇപ്പൊ സൺഡേ ആയതുകൊണ്ടാണ് തിരക്കില്ലാത്തത്, അല്ലാണ്ടുള്ള ഏത് ദിവസം വന്നാലും നല്ല തിരക്കായിരിക്കും കേട്ടോ. അപ്പൊ നിങ്ങൾ ആരെങ്കിലൊക്കെ മടുകാവില് ഇങ്ങനെ ചീപ്പ് റേറ്റിന് ഡ്രസ്സൊക്കെ നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഗാന്ധി മാർക്കറ്റ് നല്ലൊരു ഓപ്ഷൻ കേട്ടോ. ഇവിടെ ഈ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഉള്ളിലോട്ട് വേറൊരു ഏരിയ ഉണ്ട്. ഞാൻ എടുത്തിട്ടില്ല വീഡിയോ, ഞാൻ എപ്പോഴെങ്കിലൊക്കെ ഒരു വിശദമായിട്ട് ഞാനൊരു വീഡിയോ എടുക്കാം. അപ്പൊ നിങ്ങൾക്ക് അവിടെയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് വിലക്കുറഞ്ഞ സംഭവങ്ങളൊക്കെ കിട്ടും. അപ്പൊ കണ്ടോ, ഞങ്ങൾക്ക് ഇവിടെ കണിക്കൊന്നും ഉണ്ട്, പക്ഷെ എല്ലാം പൊക്കത്തായോണ്ടേ കുറച്ച് പണിയായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് ഇങ്ങനെ കയറേണ്ടി ഒന്നും വന്നില്ല, നിലത്തുനിന്ന് തന്നെ കിട്ടി. ഇപ്രാവശ്യം കയറി ജിത്തുനെ കൊണ്ട് ഞാൻ കയറ്റിപ്പിച്ചു. ജിത്തു ഹായ് പറ. ജിത്തു പേടിച്ചാണ് നിൽക്കണം അവിടെ, കാരണം ഇലക്ട്രിസിറ്റിയുടെ വയറൊക്കെ ഉണ്ട്. എന്തേ, അത് കുഴപ്പമില്ല. അപ്പൊ ജിത്തുനെ കൊണ്ട് അടുത്ത മരം കയറ്റിക്കുകയാണ് കേട്ടോ. അത് ഫുൾ പറിച്ചു ജിത്തു. അത് തന്നെ ആ മുട്ടുള്ളതൊക്കെ ഇല്ല, അതൊക്കെ പറിച്ചോ, നല്ല കൊമ്പ് അതൊക്കെ. കേരളത്തിൽ പിന്നെ ഈ ഒരു വിഷു ടൈം ആകുമ്പോഴൊക്കെ കണിക്കൊന്നകളൊക്കെ എന്താ പറയാ ഇല്ലാണ്ടാവൂലേ. എല്ലാവരും ഒന്നില്ലെങ്കിൽ എല്ലാവരും നേരത്തെ തന്നെ പറിച്ചു വെക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു മഴയൊക്കെ വന്ന് എല്ലാം പൊഴിഞ്ഞൊക്കെ പോയിട്ടുണ്ടാവും. ഇപ്പോൾ തന്നെ ഞങ്ങളുടെ വീട്ടിൽ ഒരു മരം ഉണ്ടായിരുന്നു, കണിക്കൊന്ന മരം. ഇപ്പം ഇല്ല കേട്ടോ, ഇപ്പൊ വീടൊക്കെ ഇത് എക്സ്റ്റെൻഡ് ചെയ്തപ്പോൾ ആ മരമൊക്കെ മുറിച്ച് കളയേണ്ടി വന്നു. അപ്പോൾ ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്ന കണിക്കൊന്ന മരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിഷു ആകുമ്പോൾ ഒരു മഴ വരും, അത് ആ പൂക്കളൊക്കെ പൊഴിഞ്ഞു പോയിട്ടുണ്ടാവും. അതിക്ക് മുമ്പ് വരെ ഇഷ്ടം പോലെ പൂക്കളായിരിക്കും, ഞങ്ങൾ ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ അതിനുശേഷം ഇതേപോലെ മഴ വന്ന് എല്ലാം ഉണ്ടാവില്ല. അതായത് കണിക്ക് ഞങ്ങൾക്ക് കണി വെക്കാനായിട്ട് വേറെ ആൾക്കാരുടെ പറമ്പിൽ നിന്ന് പോയി ചോദിക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട് ഞങ്ങൾക്ക് പേഴ്സണലി. അപ്പൊ അത് കേരളത്തിൽ എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക സ്ഥലങ്ങളിൽ അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ടെന്ന് തോന്നുന്നു. ഇവിടെ പിന്നെ ഞങ്ങൾക്ക് ഗോവയിൽ പിന്നെ മലയാളികൾ ഉണ്ടെങ്കിലും അത്രയ്ക്ക് വലിയ കുഴപ്പമില്ല നമുക്ക്, കാരണം ഗോവയിൽ കുറെ കണിക്കൊന്ന മരങ്ങളും ഉണ്ട്. നമുക്ക് ഇതേപോലെ അധികം ആൾക്കാരില്ലല്ലോ പറിക്കാനായിട്ട്, അതുകൊണ്ട് നമുക്ക് ഇഷ്ടം പോലെ കിട്ടും. കഴിഞ്ഞ തവണയോ ഇത്തവണയോ ഞങ്ങൾക്ക് കുറെ പൂക്കൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതേ ഞാനും അവിടെ കിടന്ന് പറിക്കാനൊക്കെ നോക്കുകയാണ്. അപ്പൊ എൻ്റെ തലയിലൊക്കെ കുറച്ച് ഉറുമ്പൊക്കെ കയറി. പിന്നെ ഇവിടുത്തെ കണിക്കൊന്ന ഇത്തിരി കളറ് മങ്ങിയതായിരുന്നു കേട്ടോ. കണ്ടാ,
അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഞങ്ങളുടെ കണി ഒരുക്കാൻ പോകുന്നുള്ള വിശേഷങ്ങൾ. ഇനി ഞാൻ നെക്സ്റ്റ് കണി ഒരുക്കുന്ന വിശേഷമായിട്ട് വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യണം. ഫ്രണ്ട്സിനോടൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം.